ഇനി മറ്റൊരു വാർത്ത. കോതമംഗലത്ത് ഹോൺ മുഴക്കി കടന്നുപോയ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് ഗതാഗത മന്ത്രി റദ്ദാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ബസിന്റെ ഡ്രൈവർ. മനഃപൂർവ്വമല്ല, ഹോൺ സ്റ്റക്കായതാണ് എന്നാണ് ഡ്രൈവർ അജയൻ പറയുന്നത്. മന്ത്രിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ ചെന്നപ്പോൾ കയറ്റി വിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. മന്ത്രി വേദി വിട്ടു പോകുന്നതിന് മുൻപേ തന്നെ നടപടി സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോതമംഗലത്തെ KSRTC ബസ് ടെർമിനൽ ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ നിർത്താതെ ഹോൺ മുഴക്കി സ്വകാര്യ ബസ് കടന്നുപോയതിന് പിന്നാലെയാണ് നടപടി. മന്ത്രി പ്രസംഗത്തിനിടെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന വിവരം അറിയിക്കുകയായിരുന്നു. മന്ത്രി വേദി വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ നടപടിയും സ്വീകരിച്ചു. ഹോൺ അടിച്ചപ്പോൾ ഫയർ എഞ്ചിനാണെന്ന് തെറ്റിദ്ധരിച്ചെന്നും മന്ത്രി പ്രതികരിച്ചു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. നടപടിക്ക് പിന്നാലെ സ്വകാര്യ ബസിന്റെ ഡ്രൈവർ പ്രതികരണവുമായി എത്തി. വേദിയിൽ പരിപാടി നടക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നും ഹോൺ സ്റ്റക്കായതാണെന്നും ഡ്രൈവർ പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു അവിടെ പരിപാടി നടക്കുന്ന. കയറി പോയതിന് വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോ ഞാൻ ഓൺ അടിച്ച് ഇപ്പൊ ഓൺ സ്റ്റക്കായിപ്പോയി. അതിന്റെ അകത്ത് കയറിയിട്ട് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഇത് മന്ത്രിയുടെ കാല് പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് മന്ത്രി എടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ അടുപ്പിച്ചില്ല. KSRTC ബസിന്റെ ഡാഷ്ബോർഡിൽ കുപ്പികൾ കൂട്ടിയിട്ടതിന് പിന്നാലെ ഡ്രൈവർക്കെതിരെ മന്ത്രി നടപടി സ്വീകരിച്ചിട്ടും അധിക ദിവസമായില്ല. നിയമലംഘനങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.